റിസറക്ഷൻ എന്ന് പറയുന്നത്, ഉയർപ്പ് എന്ന് പറയുന്നത് ഒരു സംഭവമല്ല. പണ്ട് ഒരു പാരമ്പര്യ കുടുംബത്തിൽ ജനിച്ച് പാരമ്പര്യമായി ഒരു സഭയിൽ ആരാധിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു, ഉയർപ്പ് ഞായറാഴ്ച മാത്രമാണ് ഉള്ളത്. ആ ഉയർപ്പിന്റെ ഞായറാഴ്ച അന്ന് രാവിലെ 4 മണിയാകുമ്പോൾ ചർച്ചുകളിൽ ഘോഷയാത്രയുണ്ട്, മനോഹരമായ അനുഭവമുണ്ട്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഉയർപ്പ് എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ കൊണ്ടാടാനുള്ള സംഭവമല്ല. എൻ്റെ ബർത്ത്ഡേ ഒരു സംഭവമാണ്, വെഡിങ് ആനിവേഴ്സറി സംഭവമാണ്, ജീവിതത്തിൽ നടക്കുന്ന മറക്കാൻ പറ്റാത്ത ദിവസങ്ങൾ ഒരു സംഭവമാണ്. പക്ഷെ ഉയർപ്പ് സംഭവമല്ല, ഉയർപ്പ് ഒരു വ്യക്തിയാണ്. യേശു ഒരിക്കലും പറഞ്ഞില്ല നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വാ, നിന്നെ ഉയർത്താം അല്ലെ ഉയർപ്പിക്കാം എന്നല്ല. ആമേൻ. പുനരുത്ഥാനം തരാമെന്നല്ല തമ്പുരാൻ പറഞ്ഞത്, ഞാൻ തന്നെ പുനരുത്ഥാനം. വിശ്വസിക്കാമെങ്കിൽ ചില ഉയർപ്പുകൾ സംഭവിക്കുകയാണ്. വർഷത്തിൽ ഒരിക്കലല്ല, ഓരോ ദിവസവും നിന്നെ ഉയർത്താൻ. എവിടെയൊക്കെ പരാജയപ്പെട്ടു പോയെന്ന് പറഞ്ഞ് നിന്നെ രഹസ്യത്തിൽ പരസ്യത്തിൽ ആമേൻ ആരും അറിയാത്ത മേഖലക്കകത്ത് പരാജയപ്പെട്ടു പോയി, ചിന്താമണ്ഡലത്തിലോ പ്രവൃത്തിയിലോ വിചാരത്തിലോ പരാജയം കണ്ടുപോയവനെ വചനം ഉയർപ്പിക്കുകയാണ്. പുനരുത്ഥാനത്തിന്റെ ശക്തി നിന്നെ തൂക്കിയെടുക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ചേറ്റിൽ നിന്ന് തൂക്കി ആമേൻ ക്രിസ്തു എന്ന പാറമേൽ ഉയർപ്പിപ്പാൻ ശക്തിയുള്ളവനുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായാൽ നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ യേശുവിന് കഴിയും.